AD 632 പരിശുദ്ധ പ്രവാചകൻ വഫാത്താകുന്നത്. വഫാത്തായ അതേ സ്ഥലത്ത് തന്നെയാണ് പരിശുദ്ധ പ്രവാചകനെ അടക്കം ചെയ്തിരിക്കുന്നത്. പ്രവാചകൻ വഫാത്താകുന്നത് ഭാര്യ ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാ ഓരോ നബിമാരും അവർ വഫാത്തായ അതേ സ്ഥലത്ത് തന്നെയാണ് ഖബറടക്കിയിരിക്കുന്നത് എന്ന്. പ്രവാചകൻ ഉറങ്ങിയിരുന്ന ആ ഒരു മെത്ത എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു ഖബർ ഉണ്ടാക്കി അവിടെ തന്നെ അടക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഖബറിന് ലഹ്ദ് എന്നാണ് പറയുന്നത്. ശരീഅത്തിൽ അനുവദനീയമായിട്ടുള്ള 2 തരം ഖബറുകളാണുള്ളത്. അതിലൊന്നാണ് ലഹ്ദ്, മറ്റേത് ഷക്ക്. ഈ ഷക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഖബറുണ്ടാക്കും, ആ ഖബറിൻ്റെ ഉള്ളിലായിക്കൊണ്ട് ഒരു നേരിയ ഒരു കുഴി ഉണ്ടാകും. ആ കുഴിയിലേക്ക് മയ്യത്ത് കിബിലക്ക് നേരെ തിരിച്ച് കിടത്തും. അതിൻ്റെ മുകളിൽ മൂടുകല്ല് വെക്കും. പിന്നെ അങ്ങനെ മേലെ മണ്ണിട്ട് ഖബർ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആ ഒരു രീതി. ലഹ്ദ് എന്ന് പറഞ്ഞാൽ ഖബർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കിബിലക്ക് നേരെയായിട്ട് ഒരു കുഴി ഉണ്ടാക്കും, ഒരു വിടവ് പോലെ, ഏതാണ്ട് ഒരു L ഷേപ്പിലുണ്ടാവും അത്. എന്നിട്ട് മയ്യത്ത് ആ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ച് അതിൻ്റെ പുറകിലാണ് മൂടുകല്ല് വെക്കുന്നത്. മൂടുകല്ല് വെച്ച് പിന്നീട് മണ്ണിട്ട് ഖബർ പൂർത്തിയാക്കും. ഇവിടെ മയ്യത്തിൻ്റെ നേരെ മേലക്ക് മണ്ണ് ഇടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാറില്ല. ലഹ്ദ് എന്ന് പറയുന്ന ഈ ഒരു രീതിയിലുള്ള ഖബറിലാണ് പരിശുദ്ധ പ്രവാചകനെ അടക്കം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള ഖബറാണ് ഏറ്റവും അഫ്ളൽ അല്ലെങ്കിൽ സുന്നത്ത് എന്നുള്ള രീതിയിലൊക്കെ ആലിമീങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് അങ്ങനെ. പരിശുദ്ധ പ്രവാചകനെ അടക്കം ചെയ്തതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തുടർന്ന് അവിടെ തന്നെ താമസിച്ചു. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് ശേഷം AD 634 ആയിഷ ബീവിയുടെ പിതാവും 1-ാം ഖലീഫയുമായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ പരിശുദ്ധ പ്രവാചകൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഖബറടക്കിയിട്ടുള്ളത്. തുടർന്ന് വരുന്ന ഒരു 10 വർഷക്കാലത്തോളം ആയിഷ ബീവി അവിടെ തന്നെ താമസിച്ചു. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുന്ന ആ ഒരു സമയത്ത് അബൂ ലുലൂത്ത് മാജൂസി എന്ന് പറയുന്ന വ്യക്തിയുടെ കുത്തേറ്റിട്ട് മഹാനായ ഉമർ മരണാസന്നനായി കിടക്കുന്ന ആ ഒരു സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വന്തം മകൻ അബ്ദുള്ള ഇബ്നു ഉമറിനെ ആയിഷ ബീവിയുടെ അടുത്തേക്ക് ഒരു അപേക്ഷയുമായി പറഞ്ഞയക്കുകയാണ്. അതായത് തൻ്റെ കൂട്ടാളികളുടെ കൂടെ സാഹിബൈൻ, തൻ്റെ കൂട്ടാളികളുടെ കൂടെ തന്നെ അടക്കം ചെയ്യാനുള്ള ഒരു അനുവാദം തരണം, ഒരു സ്ഥലം തരണം എന്ന് പറഞ്ഞിട്ട് അബ്ദുള്ള ഇബ്നു ഉമറിനെ ആയിഷ ബീവിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. എൻ്റെ പിതാവ് ഉമറിൻ്റെ അപേക്ഷയാണ് എന്ന് പറയണം. അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ ഖലീഫ ഉമർ എന്നൊന്നും പറയരുത്. നിൻ്റെ പിതാവിൻ്റെ അപേക്ഷയാണ്, പിതാവിന് വേണ്ടിയാണ് എന്ന് പറയണം. ഇനി ഏതെങ്കിലും രീതിയിൽ അവരത് എതിർക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് തർക്കിക്കാനോ മറ്റോ ഒന്നും നിൽക്കരുത്, തിരിച്ച് പോന്നേക്കണം എന്നും പറഞ്ഞിട്ട് അബ്ദുള്ള ഇബ്നു ഉമറിനെ ആയിഷ ബീവിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. പക്ഷേ ആയിഷ ബീവി ഇത് സമ്മതിച്ചു. അവർ പറഞ്ഞു, ആ ഒരു സ്ഥലം എനിക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളതായിരുന്നു. ഉമർ ബിൻ ഖത്താബിനല്ലാതെ മറ്റാർക്കും ഒരു പക്ഷേ ഞാനത് വിട്ട് കൊടുക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് അങ്ങനെ പിന്നീട് ഉമർ ബിൻ ഖത്താബിനെ അവിടെ ഖബറടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ 3 ഖബറായി. ആദ്യം പരിശുദ്ധ പ്രവാചകൻ്റെ ഖബർ, തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ, പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ 3 ഖബർ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടക്കം ചെയ്തതിന് ശേഷം ആയിഷ ബീവി അവിടെ ഒരു മറ കെട്ടി. കാരണം ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഒരു അജ്നബിയാണ്. ആദ്യത്തേത് ഭർത്താവും രണ്ടാമത്തേത് പിതാവുമാണ്. ഉമറാണ് പുറത്തുനിന്നുള്ള ഒരാൾ. അതുകൊണ്ടായിരിക്കണം അവിടെ ഒരു മറ കെട്ടിയുണ്ടാക്കി. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു ചെറിയ സ്ഥലത്ത് തുടർന്നും ആയിഷ ബീവി അവിടെ തന്നെ താമസിക്കുകയാണ് ചെയ്യുന്നത്. ആയിഷ ബീവി വഫാത്താകുന്നത് AD 678 മുആവിയയുടെ കാലത്ത്. ആയിഷ ബീവി വഫാത്തായപ്പോൾ അവരുടെ സ്വന്തം താല്പര്യപ്രകാരം പരിശുദ്ധ പ്രവാചകൻ്റെ മറ്റ് ഭാര്യമാരുടെ കൂടെ ബക്കിയിലാണ് അവരെ അടക്കം ചെയ്തിരിക്കുന്നത്. ഈ ആയിഷ ബീവിയുടെ വീട്ടിൽ ഒരാൾക്കും കൂടിയുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ചില ഹദീസുകൾ പ്രകാരം പറയപ്പെടുന്നത് ആ ഒരു സ്ഥലം അത് ഈസ ബിൻ മറിയം, ഈസാ നബിക്ക് വേണ്ടി ഉള്ളതാണ് എന്നാണ്. പരിശുദ്ധ പ്രവാചകൻ്റെ ഖബറിന് വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഈ പള്ളിയുടെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്, വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കുറേ മാറ്റങ്ങളാണ്. ഈ പള്ളി ആദ്യമായിട്ട് വിപുലീകരണം നടത്തിയത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത്
പരിശുദ്ധ പ്രവാചകൻ്റെ പള്ളിയും പരിശുദ്ധ പ്രവാചകൻ്റെ ഭാര്യമാരുടെ വീടുകളും അത് പടവാക്കി മാറ്റി, കല്ലുകൊണ്ട് ഉള്ള പടവാക്കി മാറ്റി. അതിനു മുമ്പ് അത് ഈ ഈന്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അത് ആ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അത് പടവാക്കി മാറ്റുന്നുണ്ട്. പിന്നീട് വരുന്നൊരു വലിയ മാറ്റം അത് സംഭവിക്കുന്നത് അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ കാലത്താണ്. ഹിജ്റ 89-90 കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഈ പള്ളി 4 ദിക്കിൽ നിന്നും വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് പരിശുദ്ധ പ്രവാചകൻ്റെ ഭാര്യമാരുടെ വീടുകളൊക്കെ അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അതിൽ പക്ഷെ ആരും താമസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളുടെ കയ്യിലായിരുന്നു. അങ്ങനെ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്ക് ആ സ്ഥലവും വീടുകളും ഒക്കെ ഈ അഹ്ലുബൈത്തിൻ്റെ കയ്യിൽ നിന്ന് എന്ത് വില കൊടുത്തും അത് മേടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വീടും സ്ഥലമൊക്കെ മേടിച്ചതിന് ശേഷം പള്ളിയുടെ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് പരിശുദ്ധ പ്രവാചകൻ്റെ ഭാര്യമാരുടെ ഈ വീടുകൾ പൊളിച്ചു കളയാൻ തീരുമാനിച്ചു. ആ സമയത്തുള്ള വലിയ പണ്ഡിതന്മാരൊക്കെ ഈ ഒരു തീരുമാനത്തിനെ എതിർക്കുന്നുണ്ട്. ആ സമയത്തെ ഏറ്റവും മുതിർന്ന ഒരു പണ്ഡിതനായിട്ടുള്ള സയ്യിദ് ഇബ്നു മുസയ്യിബ് ഈ ഒരു തീരുമാനത്തിനെ എതിർക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രവാചകൻ്റെ വീടുകളുടെയും ജീവിതത്തിൻ്റെയും ഒക്കെ ആ ഒരു ലാളിത്യം അത് വരും തലമുറ കാണണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് തീരുമാനിക്കുന്നത് അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്കാണ്. അദ്ദേഹം അവിടുത്തെ ഖലീഫയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തീരുമാനം നടപ്പിൽ വരുത്തുക തന്നെ ചെയ്തു. അതായത് പരിശുദ്ധ പ്രവാചകൻ്റെ ഭാര്യമാരുടെ എല്ലാ വീടുകളും, അതായത് ആയിഷ ബീവിയുടെ വീടൊഴിച്ച്, ആയിഷ ബീവിയുടെ വീട്ടിലാണ് പുണ്യമാക്കപ്പെട്ട ഖബറുകൾ ഉള്ളത്. ആയിഷ ബീവിയുടെ ആ ഒരു വീടൊഴിച്ച് ബാക്കി എല്ലാ വീടുകളും പൊളിച്ചു മാറ്റി അത് പള്ളിയോട് ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ വീടുകൾ പൊളിച്ചു മാറ്റാനുള്ള തീരുമാനത്തിന് മറ്റൊരു കാരണം കൂടി പറയപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായിട്ടുള്ള അലി സൈനുൽ ആബിദീൻ പരിശുദ്ധ പ്രവാചകൻ്റെ വീട്ടിൽ പോയി ഇരുന്നിട്ട് മതപ്രചരണം നടത്താറുണ്ടായിരുന്നു. റസൂലിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടാണ്. അലി സൈനുൽ ആബിദീൻ അവിടെ പോയി ഇരുന്നിട്ട് മതപ്രചരണം നടത്താറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഉമവിയ്യ ഭരണം ആ സമയത്ത് ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഈ അലി സൈനുൽ ആബിദീൻ അവരുടെ ഖലീഫയായിട്ട് വരണം, അല്ലെങ്കിൽ ഈ അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകൾ ഭരണം നടത്തണം എന്നുള്ള ഒരു താല്പര്യം അന്നത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് തൻ്റെ ഭരണം സംരക്ഷിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ പ്രവാചകൻ്റെ ഭാര്യമാരുടെ ഈ വീടുകളൊക്കെ പൊളിച്ചു കളയാൻ തീരുമാനിച്ചത് എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് മദീനയിലെ ഗവർണറായിട്ടുണ്ടായിരുന്നത് ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസാണ്. അദ്ദേഹം സ്വയം പള്ളി വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശുദ്ധ പ്രവാചകൻ്റെ ഭാര്യമാരുടെ വീടുകൾ പൊളിച്ചു കളയുന്ന ആ ഒരു കർത്തവ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ആയിഷ ബീവിയുടെ വീടൊഴിച്ച് ബാക്കി എല്ലാ വീടുകളും പൊളിച്ചു കളഞ്ഞു. ആയിഷ ബീവിയുടെ വീട്ടിലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖബറുകൾ ഉള്ളത്. ഈ ആയിഷ ബീവിയുടെ വീട് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വന്നു. അതൊരഭിപ്രായത്തിൽ ഈ യഥാർത്ഥ കെട്ടിടം, അതായത് ആയിഷ ബീവിയുടെ വീട് അതുപോലെ തന്നെ നിലനിർത്തിയിട്ട് അതിന് ചുറ്റും നല്ല കനത്തിലുള്ള ഒരു മതിൽ കെട്ടിയുണ്ടാക്കി എന്നാണ് പറയുന്നത്. മറ്റൊരഭിപ്രായത്തിൽ അവർ ഈ യഥാർത്ഥ കെട്ടിടം പൊളിച്ചിട്ട് ആ ഒരു സ്ഥാനത്ത് കനത്തിലുള്ള ഒരു മതിൽ കെട്ടി എന്നാണ്. എന്തായാലും 3 ഖബറ് ഉള്ളിലാക്കിക്കൊണ്ട് വാതിലില്ലാത്ത കറുത്ത കനത്തിലുള്ള കല്ലുകൊണ്ട് അവരൊരു ചുമര് കെട്ടി, ഒരു മതിൽ കെട്ടി ഉണ്ടാക്കി. അതിന് വാതിലും ജനലൊന്നും ഉണ്ടായിരുന്നില്ല, അതിനുള്ളിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു കെട്ടിടത്തിന് ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ അത് കാബാലയത്തിന് ഉപയോഗിച്ച പോലത്തെ കറുത്ത കനത്തിലുള്ള വലിയ കട്ടകൾ തന്നെയാണ്. പക്ഷെ വാതിലൊന്നും വെച്ചിട്ടില്ല. ആ ഒരു കെട്ടിടത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത് സംഭവിച്ച ഒരു സംഭവം, അവർ ഈ മതിലിന് വേണ്ടി കുഴി കുഴിക്കുന്ന സമയത്ത് 2 കാലുകൾ, ഒരു കേടുപാടുമില്ലാത്ത 2 കാലുകൾ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ഈ പണിക്കാരൻ ഇത് കണ്ട് പെട്ടെന്ന് പേടിച്ചാകെ നിലവിളിച്ചു. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് വന്ന് നോക്കിയിട്ട് അദ്ദേഹവും നിലവിളിക്കാൻ ഒരുങ്ങി. ഇത് പരിശുദ്ധ പ്രവാചകൻ്റെ കാലായിരിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ അവർ പേടിച്ചു. അങ്ങനെ അന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതൻ അബ്ദുല്ലാഹിബിൻ ഉമർ ഇബ്നുൽ ഖത്താബ്, അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനെ വിളിച്ചു കൊടുന്ന് ഇത് കാണിച്ചു. അദ്ദേഹം വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് പേടിക്കാനൊന്നുമില്ല, ഇത് നമ്മുടെ വെല്ലിപ്പാടെ കാല് തന്നെയാണ്, അതായത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കാല് തിരിച്ച് അവിടെ തന്നെ വെച്ച് ഈ മതിലിൻ്റെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ്റെ പള്ളി അങ്ങനെ 4 ഭാഗത്തേക്കും വികസിപ്പിച്ചു. ഖിബ്ലയുണ്ടായിരുന്ന തെക്ക് ഭാഗത്തേക്കും ഖബറുകളുള്ള കിഴക്ക് ഭാഗത്തേക്കും മറ്റ് ഭാഗങ്ങളിലേക്കും അങ്ങനെ വികസിപ്പിച്ചു. ആദ്യമുണ്ടായിരുന്ന പ്രവാചകൻ്റെ മിഹ്റാബ് അത് ഏതാണ്ട് ഒരു 20 അടി അങ്ങനെ മുന്നിലേക്ക് മാറ്റിവെച്ചു. ഖബറുകളുടെ ഭാഗം, ആ ഖബറും കൂടെ പള്ളിയുടെ അകത്ത് ആയി വരുന്ന രീതിയിൽ കിഴക്ക് ഭാഗവും അങ്ങനെ വികസിപ്പിച്ചു.
ആ മുന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള അതേ ഭാഗത്ത് തന്നെയാണ് ഇന്നും മസ്ജിദ് നബവി നിൽക്കുന്നത്. അതായത് ഇസ്ലാമിക ചരിത്രത്തിൽ പിന്നീട് ഇതുവരെ തെക്കും കിഴക്കും ഭാഗത്തേക്ക് മസ്ജിദ് നബവി വികസിപ്പിച്ചിട്ടില്ല. അതായത് മിഹ്റാബിൻ്റെ ഭാഗം ഉൾപ്പെടുന്ന തെക്ക് ഭാഗവും ഖബറുകൾ ഉൾപ്പെടുന്ന കിഴക്ക് ഭാഗവും, ഈ രണ്ട് ഭാഗവും അന്നുണ്ടായിരുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് ഇന്നും ഉള്ളത്. അതായത് ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും നടന്നിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ എക്സ്പാൻഷൻ, സൗദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു എക്സ്പാൻഷനിൽ പോലും അവർ ചെയ്ത് തുടങ്ങുന്നത് റൗദയുടെ പിന്നിൽ നിന്നാണ്. ആ ഒരു വികസനം അവർ ആരംഭിക്കുന്നത് റൗദയുടെ തൊട്ട് പിന്നിൽ നിന്നാണ്. പിന്നീട് എന്തായാലും ആരും അത് കിഴക്ക് ഭാഗവും തെക്ക് ഭാഗവും വികസിപ്പിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഒരു ആദരവ് പോലെ പിന്നീട് ആരും ആ രണ്ട് ഭാഗങ്ങൾ വികസിപ്പിച്ചിട്ടില്ല. പിന്നീട് ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ കാലഘട്ടത്തിൽ, ഭരണകാലഘട്ടത്തിൽ ഈ ഒരു കറുത്ത മതിൽക്കെട്ടിന് പുറത്തായിക്കൊണ്ട് ഒരു 5 വശമുള്ള ഒരു പെൻഡഗണൽ സ്ട്രക്ചർ പണി കഴിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു പെൻഡഗൺ രൂപത്തിലുള്ള ഒരു മതിൽ കെട്ടാൻ